ഇത് തന്നെയാണ് ഓർഡർ ചെയ്തത്. എന്താടാ മാങ്ങാട്ടി പോലെ ഫുഡ് കൊണ്ടുവരണ? ഇപ്പൊ വല്ലതും ഉണ്ടോ? ഏത് മാങ്ങാട്ടി പോലാടാ ഇവൻ? നമ്മുടെ തൊടുപുഴയിൽ ഒരു കിടിലൻ ദം ബിരിയാണി കിട്ടുന്ന സ്പോട്ടോ. അതെ ഗൈസ്, നമ്മുടെ തൊടുപുഴയിൽ ഒരു 12 മണിയായപ്പോ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുന്ന മണം അടിച്ച് ഞാൻ എത്തി. എടാ കൊരങ്ങ, വെച്ച കോഴിന്റെ മണം എന്ന് പറഞ്ഞ് ഞാൻ നേരെ എത്തിയത് തൊടുപുഴയുടെ സ്വന്തം ഒരു ബിരിയാണി കഥയിലേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ദം ബിരിയാണിയിലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന്. നേരെ ഓർഡർ ചെയ്ത് 3 ദം ബിരിയാണിയും പിന്നെ ഒരു ഹൈദരാബാദി ബിരിയാണിയും കേട്ടോ. സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന മീറ്റും അതോടൊപ്പം തന്നെ ലോങ് റൈസിന്റെ കൂടെ അത് കഴിക്കുമ്പോഴല്ലോ ആഹാ ഈ എന്താ ടേസ്റ്റ് എന്ന് അറിയോ. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് അങ്ങ് മലപ്പുറത്ത് എത്തി മലയാളികളുടെ മനം കവർന്ന മലബാറി ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു മുട്ട ഒഴുകിയതും നല്ല സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ചിക്കനും ആ റൈസും അതിന്റെ ആ ഗ്രേവിയും കൂട്ടി കുഴന്ന് കഴിക്കുമ്പോണ്ടല്ലോ ശാലോ ഫ്രൈ ദം ബിരിയാണി ആട്ടോ അടുത്ത് ഞാൻ ട്രൈ ചെയ്ത്. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നൈസ് ആയിട്ട് ശാലോ ഫ്രൈ ചെയ്ത് മസാലയിൽ ദം ചെയ്ത് ആ റൈസിന്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ പിന്നെ നല്ല എമ്പട്ട് വലിയ പോത്തിന്ന് എടുക്കുന്ന നല്ല ബീഫ് സ്ലോ കുക്ക് ചെയ്തെടുത്ത് നല്ല തൊടുമ്പോ തന്നെ പഞ്ഞി പോലെ എങ്ങനെ ഇങ്ങനെ പതാന്ന് വരും. അതും അവരുടെ തന്നെ ഇൻഹൗസ് പ്രിപ്പറേഷനിൽ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയും കൂട്ടി ആ റൈസും കൂട്ടി ഇങ്ങനെ കുഴച്ചടിക്കുമ്പോ ഉണ്ടല്ലോ മോനെ. ടൈം വരുന്നത് പകൽ 12 മണി മുതൽ രാത്രി 11 മണി വരെ തൊടുപുഴയിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ബിരിയാണി. അത് നിങ്ങൾക്ക് പാർട്ടി ഓർഡേഴ്സ് ബർത്ത്ഡേ ഓർഡേഴ്സ് ഇവർ സ്വീകരിക്കുന്നതാണ്. തൊടുപുഴയിൽ തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് രാത്രി 7 മണിക്ക് ദം ബിരിയാണി പൊട്ടിക്കുന്ന ഓരോ സ്പോട്ടും ഇതാണ്. അപ്പോൾ ഷോപ്പിന്റെ ലൊക്കേഷൻ മറക്കണ്ട. തൊടുപുഴയുടെ സ്വന്തം ഫുഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള ഓൾഡ് ബോങ് ഫുഡ് സ്ട്രീറ്റിലുള്ള ഒരു ബിരിയാണി കഥയാണ് ഇത് നിങ്ങൾക്ക് കഴിക്കാം.